ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് ഉലുവ മീൻ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. ഇത് പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാട്ടോ. നല്ല ചെതുമ്പല, കട്ടിയുള്ള ചെതുമ്പല. അത് കഴുകിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ എടുക്കുന്നത്. പക്ഷേ ഉരിച്ചെടുത്താൽ ഇത്രയും പരിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ. ഉരിച്ചെടുത്താൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ വറുത്ത് മീൻ വറക്കുന്നതാണ് ഇവിടെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്കായാലും ഇക്കായാലും വറക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വറക്കാനാണ് കൂടുതലായിട്ട് എടുത്തത്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളിയുടെ കുറച്ച് പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വറക്കാനുള്ളത് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചേ. പിന്നെ വറക്കുമ്പം ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് വറക്കാമെങ്കിൽ അതൊരു പ്രത്യേക മണവും പ്രത്യേക ഒരു രുചിയൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ മീൻ വറുത്തതിൻ്റെ സ്മെല്ലധികം നമ്മുടെ വീട്ടിനകത്ത് നിൽക്കത്തില്ല കേട്ടോ. അങ്ങനെ നോക്കണേ. കുറച്ച് നമ്മൾ മുളകൊക്കെ പുരട്ടി മാറ്റി വെച്ചിരുന്നത് നാളെ എടുക്കാമല്ലോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മുളകും ഇതുമെല്ലാം ഇതുപോലെ പുരട്ടി വെച്ചിട്ട് നാളത്തേന് എടുക്കുക. കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കാമെങ്കിൽ ഇതിന് മസാലകളെല്ലാം ഒന്ന് പിടിക്കും. എന്നിട്ട് നമ്മുടെ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് അപ്പോഴത്തേനും നമ്മൾ കുറച്ച് വറക്കാൻ എടുത്തായിരുന്നു കേട്ടോ. എണ്ണ ചൂടാക്കി അതിലോട്ട് കുറച്ച് ഉലുവ ആദ്യം കടുക് പൊട്ടിക്കുന്ന പോലെ നമ്മൾ പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കണേ. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുഞ്ഞുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുക. അത് അതിനകത്തോട്ടിട്ട് നല്ല ഇളക്കണം. കറിവേപ്പിലയും ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചതച്ച്, അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അത് ഇഞ്ചി ഇടുന്നുണ്ട് നമുക്ക് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇളക്കണേന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേനും പിന്നെ വേണമെങ്കിൽ ഒരു തക്കാളി ചേർക്കാം കേട്ടോ. പുളി ഒത്തിരി ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കേണ്ട. വേണമെങ്കിൽ പുളിക്ക് വേണ്ടി ഒരു തക്കാളി, ചെറിയൊരു തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വഴറ്റി തക്കാളിയൊക്കെ നല്ല ഉടയട്ടെ, നല്ല വെന്തുടയുമ്പോഴത്തേനും അത്രയും നേരം എടുത്താൽ മതി സമയം കേട്ടോ. നമ്മുടെ സാധനങ്ങളെല്ലാം ഇത് നല്ലോണം ഇതായിട്ടുണ്ട്. അപ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. വേറെ പ്രത്യേകിച്ച് വഴറ്റൊന്നും വേണ്ട. ഇതിനകത്ത് തന്നെ ലാസ്റ്റാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കേട്ടോ. പക്ഷേ ഈ കൂട്ടത്തിലേ ഞാൻ പച്ചമുളക് ചേർക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ച് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരുന്ന പുളിയുണ്ടല്ലോ, ആ പുളിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ എടുത്തിടാവൂ കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. മീൻ എപ്പോഴും നമ്മൾ കറി തിളച്ചതിന് ശേഷം മാത്രം എടുത്തിടുക കേട്ടോ. അന്നേരം ആ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒത്തിരി ഇട്ടങ്ങ് ഇളക്കണ്ട, ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി ഇതാണ്ട് റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.